ഞാൻ ഇപ്പോൾ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്തിട്ട് വന്നതാണ് കേട്ടോ. കാരണം ഇന്ന് അങ്ങനെ ഞാനും എൻ്റെ മകനും ഇന്ന് ഞായറാഴ്ചയാണല്ലോ, അപ്പോൾ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങാമെന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ മകനെയും കൂട്ടിയിട്ട് അടുത്തുള്ളൊരു ഷോപ്പിൽ പോയി. അപ്പോൾ ഷോപ്പിൽ പോയപ്പോൾ ഞങ്ങൾ മഴ വരുന്നതുകൊണ്ട് വേഗം മേടിച്ചൊക്കെ തിരിച്ചു വന്നു. തിരിച്ച് വരുന്ന വഴിക്ക് അപ്പോൾ ഇവൻ എൻ്റെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഞങ്ങൾ വർത്താനം പറയുന്നുണ്ട്. അപ്പോൾ ഇവൻ എന്തൊക്കെയോ പറയണു, ഞാൻ അതിന് തിരിച്ച് മറുപടി പറഞ്ഞ് സംസാരിച്ചിങ്ങനെ വരികയാണ്. അപ്പോൾ പെട്ടെന്ന് ആ സൈഡിൽ നിന്നൊരു പെൺകുട്ടി ഓടി നമ്മുടെ അടുത്തേക്ക് വന്നിട്ട്, ആ ചേച്ചി മലയാളിയാണോ എന്ന് ചോദിച്ചിട്ട് വർത്താനം പറഞ്ഞു. അപ്പോൾ ഞാൻ അതെ മലയാളിയാണ്. അല്ല, ഞാൻ നിങ്ങളുടെ സംസാരം കേട്ടിട്ട് വന്നതാണ് കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ ശരി എന്ന് പറഞ്ഞപ്പം നമ്മളും ഇപ്പോൾ ഒരു മലയാളിയെ കാണുമ്പോഴുള്ളൊരു സന്തോഷം നമ്മളിങ്ങനെ നോക്കും. അപ്പോൾ ഈ കുട്ടി ഓടി വന്ന് വർത്തമാനം പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എവിടെയാണ് താമസം എന്നൊക്കെ ചോദിച്ചു. അവരിവിടെ ആ കുട്ടി പഠിക്കാൻ വന്നതാണ് ഇവിടെ കോളേജിൽ. അപ്പോൾ ഇവിടെ ഒരു PGയിലാണ് നിൽക്കുന്നത്. അപ്പോൾ PGയിൽ നിന്ന് പഠിക്കുകയാണ്. ആ കുട്ടിയെ ഇവിടെ നിന്ന് പഠിക്കുകയാണ് പറഞ്ഞു. അപ്പോൾ ശരി. അപ്പോൾ ചേച്ചി എവിടെ താമസം? ഞാൻ പറഞ്ഞു ഞാനിവിടെ തൊട്ടടുത്ത് തന്നെയാണ്, സ്ഥലമൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ പറഞ്ഞു എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം, ഞാനൊരു മലയാളിയെങ്കിലും കണ്ടതിൻ്റെ ഒരു സന്തോഷമാണ്. അപ്പം ഞാൻ പറഞ്ഞു അയ്യോ ഇവിടെ ഇപ്പോൾ ഫുള്ള് മലയാളികളാണ്, എവിടെ നോക്കിയാലും മലയാളികൾ എന്നെ കാണാനുള്ളൂ, മലയാളികൾ കുറേ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നല്ല ചേച്ചി ഞാൻ വന്നിട്ട് ഞാൻ അധികം കണ്ടിട്ടില്ല, അപ്പോൾ ചേച്ചി ഇങ്ങനെ സംസാരിച്ച് പോകുന്നുണ്ടപ്പോൾ മലയാളം കേട്ടപ്പോൾ വന്നതാണ് പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഭയങ്കര സന്തോഷം പോലെ. അപ്പോൾ എന്നോട് പറഞ്ഞു ചേച്ചി എനിക്കാണെങ്കിൽ ഭക്ഷണമൊന്നും പറ്റണില്ല, PGയിലെ ഭക്ഷണമൊക്കെ ഇവിടെ ബാംഗ്ലൂരത്തെ ഫുഡൊക്കെ അല്ലേ അവരുണ്ടാക്കുക, നാട്ടിലത്തൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ PGയിലെ ഭക്ഷണമൊന്നും പറ്റില്ല, എനിക്കാകെ സുഖമില്ലായിരുന്നു കുറേ നാൾ, ഇപ്പോഴാണൊന്നും ഓക്കെ ആയത് എന്നൊക്കെ പറഞ്ഞു. ഇന്ന് ഉച്ചത്തെ ഭക്ഷണം കഴിച്ചില്ല, എനിക്ക് അത്ര ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ചോദിച്ചു ചോറ് വേണോ, ഭക്ഷണം കഴിക്കണ്ടോ, വീട്ടിലേക്ക് വരുന്നുണ്ടോ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇല്ല ചേച്ചി കുഴപ്പമില്ല, ഞാൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തോളാം, പറഞ്ഞു എന്ന് മാത്രം എന്ന് പറഞ്ഞു, കാരണം ഭക്ഷണം പറ്റണില്ല എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. എനിക്ക് ചേച്ചിയെ കണ്ടല്ലോ സന്തോഷം, അല്ല ഞാൻ കണ്ടോണ്ട് ഇങ്ങനെ സംസാരിച്ചതാണ് പറഞ്ഞു. അപ്പോൾ പാവം ഞാൻ ഇങ്ങനെ ആലോചിക്കണം, പാവം നമ്മളായാലും ഞാനും ഇവിടെ ആദ്യം വന്നപ്പോൾ പെട്ടെന്ന് ഒരു മലയാളിയെ കാണുമ്പോൾ അയ്യോ അതാ മലയാളി, അയ്യോ മലയാളി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വർത്താനം പറയുമ്പോൾ പിന്നെയാണ് മനസ്സിലായത് ഇവിടെ ഫുള്ള് മലയാളികൾ തന്നെ ഉള്ളൂ, കർണാടകക്കാരെക്കാട്ടിലും കൂടുതൽ ഇപ്പം മലയാളികളാണെന്നാണ് തോന്നുന്നത്. കാരണം എവിടെ തിരിഞ്ഞാലും ഫുള്ള് മലയാളികൾ ഉണ്ടാവും കേട്ടോ ഇപ്പോൾ ഇവിടെ. അപ്പോൾ അവൾ ഇങ്ങനെ ഇപ്പം ആദ്യമായിട്ട് വന്ന കുട്ടിയല്ലേ, അപ്പോൾ അവൾ ഇങ്ങനെ ചോദിക്കുകയാണ്, എന്നെ കണ്ടപ്പോൾ ഒരു സന്തോഷത്തിൽ വന്ന് വർത്താനം പറഞ്ഞാണ് കേട്ടോ പാവം. അപ്പം ഞാൻ ആലോചിക്കാം, നമ്മളാണെങ്കിലും അത് എവിടെയെങ്കിലും ഇപ്പോൾ പുറത്ത് ഒരു നാട്ടിൽ പോയാൽ നമ്മുടെ മലയാളികളുടെ സംസാരവും സൗണ്ടും എന്തെങ്കിലും കേട്ടാൽ നമ്മൾ ഭയങ്കര സന്തോഷത്തോടെ അവരുടെ അടുത്തോട്ട് പോകും. അതാണ് അതൊരു ഇത് ഞാൻ ആലോചിക്കായിരുന്നു. പാവം നമ്മൾ അല്ല അതൊരു ഇതല്ലേ, നമ്മളെ നാട്ടുകാരെ കാണുമ്പോൾ നമുക്കറിയില്ല ഒരു പ്രത്യേക സന്തോഷവും ഒക്കെയാണ്. അങ്ങനെ ആ കുട്ടി വന്ന് സംസാരിച്ചല്ലോ, അതാണ്. നമ്മളാണെങ്കിൽ ചിലപ്പോൾ എല്ലാവരുടെ അടുത്തും മലയാളി ആണെങ്കിലും സംസാരിക്കില്ല, കണ്ടിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പോവുള്ളൂ. ഇവള് പാവം എന്തോ കിട്ടി, നാട്ടിൽ നിന്ന് എന്തോ കണ്ട പോലെയാണ് വന്ന് സംസാരിച്ചത്. എനിക്ക് പാവം തോന്നിയ അവളെ കണ്ടപ്പോൾ. കാണുമ്പോൾ കോളേജിൽ പഠിക്കാന്നൊന്നും പറയില്ല കേട്ടോ, ഒരു ചെറിയ കുട്ടി അങ്ങനെ. അതാണ് എനിക്ക് അവളെ കണ്ടപ്പോൾ ഒരുപാട് പാവം സങ്കടം തോന്നി. ഒറ്റയ്ക്കാണെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയി വരണേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. എന്തായാലും നമ്മൾ പുറത്ത് ചെന്നാൽ നമുക്ക് നമ്മുടെ നാട്ടിൻ്റെ വില മനസ്സിലാവുള്ളൂ.